മലപ്പുറത്ത് സഹോദരനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ അനിയൻ ചെമ്മാട് സ്വദേശി നൌഷാദാണ് സഹോദരനായ മുഹമ്മദ് അലിയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത്. മുഹമ്മദ് അലിയുടെ പരാതിയിൽ നൌഷാദ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ താനൂർ സ്വദേശി അസ്ലം, പന്താരങ്ങാടി സ്വദേശി സുമേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, എന്തൊക്കെയാണ് ഈ രാവിലെ തന്നെ കേൾക്കുന്നത്? കൊട്ടേഷൻ നൽകുന്നു, അതും സ്വന്തം സഹോദരനെ വധിക്കാൻ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ഇതിൽ ഈ മാസം 6-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 6-ാം തീയതി രാവിലെ 5 മണിയോടുകൂടി, പുലർച്ചെ 5 മണിയോടുകൂടി ഈ മുഹമ്മദ് അലി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഈ സമയത്താണ് ബൈക്കിലെത്തിയ, ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്കിലെത്തിയ 2-അംഗ സംഘം വന്ന് മുഹമ്മദ് അലിയെ മുളക് പൊടി ഉള്ള വെള്ളം ഒഴിച്ച് ആക്രമിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്നാണ് പോലീസ് ഇത് വിശദമായ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിലാണ് ഇത് സഹോദരൻ, അതായത് ഈ ആക്രമിക്കപ്പെട്ട മുഹമ്മദ് അലിയുടെ പിതാവിന്റെ മറ്റൊരു ഭാര്യയുടെ മകനാണ് ഈ നൌഷാദ്. ഈ നൌഷാദ് വിദേശത്തായിരുന്നു. പക്ഷേ ഇയാൾ വിദേശത്ത് നിന്ന് വളരെ രഹസ്യമായി വീട്ടിലെത്തി കഴിയുകയായിരുന്നു. ഈ ആക്രമണമെല്ലാം ആസൂത്രണം ചെയ്തത് ഈ നൌഷാദ് തന്നെയായിരുന്നു. ഈ നൌഷാദാണ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇതിനുവേണ്ടി അഡ്വാൻസായി 15,000 രൂപ നൽകി. ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആസൂത്രിതമായ ഒരു ആക്രമം അല്ലെങ്കിൽ ഒരു അപായപ്പെടുത്താനുള്ള ശ്രമം തന്നെയായിരുന്നു നടന്നത്. അത് പോലീസ് വളരെ വിദഗ്ധമായി തന്നെയാണ് അത് കേസ് അന്വേഷിക്കുകയും ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഈ പിടിയിലായ 2 പ്രതികളും നേരത്തെയും കൊട്ടേഷൻ പ്രവർത്തനമായി നടത്തി താനൂരിലും തിരൂരങ്ങാടിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നിലവിലുണ്ട്. എന്തായാലും വീട്ടിലെ ഇവരുടെ കുടുംബത്തിലെ സ്വത്ത് തർക്കമാണ് ഇങ്ങനെയുള്ള ഒരു അക്രമത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. എന്തായാലും ഈ സഹോദര തുല്യമായ 2 പേര് തന്നെയാണ് ഈ അക്രമത്തിന്റെ നേതൃത്വം നൽകിയത്. അതായത് ഈ നൌഷാദ് വളരെ ആസൂത്രിതമായി വിദേശത്തിരുന്ന് ഇതിനെ ആസൂത്രണം ചെയ്തു. നാട്ടിലെത്തി ഇവയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കൊടുത്തു. അങ്ങനെയാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഈ മുഹമ്മദ് അലിയെ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയുമാണ് ഈ മുഹമ്മദ് അലി. ശരി, വ്യക്തമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.